ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഴിഞ്ഞ ഒരു 20-25 ദിവസമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റാണ് ഒബ്സഷൻ. ആ മൂവി ഒന്ന് പറയോ മല്ലോ എന്ന്. കാരണം ഈ ഒരു സിനിമ അത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. 6 കോടി മുടക്കിയിട്ട് കിട്ടിയത് 1300 കോടിയോ 200 കോടിയോ എങ്ങാണ്ടാണ്. അപ്പൊ ഈ സിനിമയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവില്ലേ? 100% ഞാൻ ഉറപ്പിച്ചു പറയാണ്, അതിനുള്ളത് ഈ സിനിമയിലുണ്ട്. കഥയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് തന്നെ അങ്ങ് പോവാം. സോ അഗെയിൻ വെൽക്കം ബാക്ക് to Mallu Explainer. സിനിമയുടെ ആരംഭത്തിൽ ബിയർ എന്നൊരു പയ്യൻ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ പേര് നിക്കി എന്നാണ്. ഇപ്പൊ ഈ ഒരു നിക്കിയോട് എന്താണ് ബിയർ പറയുന്നതെന്നറിയോ? ഞാൻ എപ്പോൾ നോക്കിയാലും നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ഏതൊരു പാട്ട് കേട്ടാലോ എനിക്ക് അപ്പം നിന്നെ ഓർമ്മ വരും. എന്റെ മുത്തശ്ശിയൊക്കെ മരിച്ചു കഴിഞ്ഞു. ഒരു അനാഥനെ പോലെ ഞാൻ ഈ ഒരു നഗരത്തിലേക്ക് വന്നപ്പോൾ എനിക്കൊരു കൂട്ടായിട്ടുണ്ടായിരുന്നത് നീയായിരുന്നു. എപ്പോഴും നീ എന്നെ വിളിച്ച് ചോദിക്കുകയായിരുന്നു എന്റെ എല്ലാ വിശേഷങ്ങളും. പിന്നീട് എനിക്ക് തോന്നി തുടങ്ങി എന്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരാള് അത് നീയായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാണ് നിക്കി, എനിക്ക് നിന്നോട് ഭയങ്കര പ്രണയാണ്. ഐ ലവ് യു. എന്നാൽ ഇതേ നേരം തന്നെ ഈ പെൺകുട്ടിയാണെങ്കിലോ ചിരി വരുന്നുണ്ട്, എന്നാൽ ചിരിക്കാതെ ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. അതേ നേരം തന്നെ അവന്റെ കൂട്ടുകാരൻ അലൻ തൊട്ടടുത്തുണ്ടായിരുന്നു. അലൻ പറയാണ്, എന്തോ നാടേത്, എന്തൊരു ശോകം, ക്രിഞ്ചാണ് നിന്റെ ഡയലോഗൊക്കെ. സംഭവം എന്താന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്, നിക്കി എന്നാണ് അവളുടെ പേര്. അവളെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബിയറിന്. എന്നാൽ അവളോട് ഈ ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യം അവനില്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സപ്ലയർ ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. അപ്പൊ അവരുടെ മുന്നിലിരുന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്തതാണിപ്പോൾ. എന്ന് ആശാൻ ഇതങ്ങോട്ടേക്ക് എങ്ങനെ പറയണോ എന്നങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ബിയറിനോട് അലൻ പറയാണ്, എടാ നീ ഇങ്ങനെയൊന്നും പോയിട്ട് അവളോട് സംസാരിക്കില്ല കേട്ടോ, അവൾ അപ്പൊ തന്നെ നിന്നെ ഇട്ടിട്ട് പോകും. ഇമ്മാതിരി ക്രിഞ്ചും അതുപോലെ തന്നെ ശോക ഡയലോഗൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പറ്റില്ലടാ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. അവളെ പണ്ട് പിള്ളേര് കളിയാക്കിയിട്ട് ഒരു പേര് വിളിച്ചായിരുന്നു, ഫ്രീക്കി നിക്കിന്ന്. നീ ചുമ്മാ അതുപോലെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ തന്നെ ബിയർ പറയണം, ഏയ് ആ പേര് ഞാൻ വിളിക്കില്ല, അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് ആ പേര് വിളിക്കുന്നത്. അല്ലടാ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ പേര് നീ അവൾ വിളിക്കുന്ന സമയത്ത് അവൾക്കൊരു നാണൊക്കെ വരും. അപ്പൊ നിന്നോട് വഴക്ക് കൂടാൻ വരും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലൊക്കെ നിന്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞാൽ മതി. ഏയ് അതൊന്നും പറ്റില്ല എന്ന് ബിയർ പറയണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി അവളൊരു പാർട്ടിക്ക് വിളിക്കും, അവിടെ വെച്ച് നീ അവളോട് നിന്റെ ഇഷ്ടം പറ. ഈ സമയത്ത് നമ്മുടെ ബിയർ പറയുന്നുണ്ട്, അതെങ്ങനെയാടാ, എല്ലാവരും ഉള്ളപ്പോ അവരുടെ ഇടയിൽ വെച്ച് എങ്ങനെയാ ഞാൻ അവളോട് ഇഷ്ടം പറയാ? ഈ പലം പറയാണ്, എട മണ്ട, നിനക്ക് എവിടെന്നെങ്കിലും ഒരവസരം കിട്ടും, ആ സമയത്ത് നീ പറഞ്ഞാൽ മതിയാടാ. ആ എന്തായാലും നോക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബിയർ നേരെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് എത്തിയപ്പോ അവൻ ഒരുപാട് ഇഷ്ടമുള്ള അവൻ ആകെ ഉണ്ടായിരുന്ന അവന്റെ പൂച്ച അവിടെ ചത്തു കിടക്കുകയാണ്. ഈ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മരുന്നുണ്ടല്ലോ, അതിന്റെ ബോട്ടിൽ താഴെ വീണായിരുന്നു. അപ്പൊ അതിലെ ടാബ്ലറ്റ് കഴിച്ചാണ് ആ ഒരു പൂച്ച ചത്തുപോയത്. എന്തായാലും അത് ബിയറിന് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. വേഗം തന്നെ അവിടെ ക്ലീൻ ചെയ്ത് ആ ഒരു പൂച്ചയെ അവൻ പുറത്തു കൊണ്ടുപോയി വെക്കുന്നുണ്ട്. മാത്രമല്ല കുറേ നേരം ഇരുന്ന് കരയാണ്. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു ആ ഒരു പൂച്ചയോട് അവനിക്ക്. ഇതേ സമയത്താണ് നിക്കി അവന് വിളിക്കുന്നത്. ബിയർ ഫോൺ എടുക്കുകയാണ്. എന്താണ് നിക്കി എന്ന് ചോദിക്കുന്നുണ്ട്. നിക്കി പറയണ, എടാ ഇന്ന് പാർട്ടിയല്ലേ, നീ എന്താ വരാത്തത്? ഇപ്പൊ ഒരു താല്പര്യമില്ലാതെ ബിയർ പറയണ, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്. എന്നാൽ നിക്കി പറയണ, ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എത്രയും പെട്ടെന്ന് നീ പാർട്ടിയിലേക്ക് വരണം, നമുക്കിവിടെ ഒരു ഗെയിം കളിക്കണം. കഴിഞ്ഞ തവണ ഓർമ്മയുണ്ടല്ലോ, ആ ഗെയിം നീ ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റുള്ളൂ. എന്നാൽ വീണ്ടും ബിയർ പറയാണ്, ഇല്ല എനിക്ക് വരാൻ പറ്റില്ല. പെട്ടെന്നാണ് നിക്കി ഒന്ന് ഞെട്ടുന്നത്. അവൾ ഒച്ച വെക്കുകയാണ്. അപ്പൊ എന്താണ് കാര്യം എന്ന് ബിയർ ചോദിച്ചപ്പോൾ, അത് പിന്നെ എന്റെ കഴുത്തിൽ ആ ഒരു മാലയില്ലടാ, അത് വീണുപോയി, ഞാൻ എന്തായാലും നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ഫോൺ കട്ട് ചെയ്യാണ്. ഇപ്പൊ ബിയർ വിചാരിക്കണം, എന്നാ പിന്നെ ഇന്ന് ആ ഒരു പാർട്ടിക്ക് പോകാല്ലേ. മാത്രമല്ല അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവൾക്ക് നഷ്ടമായ ആ ഒരു മാലയുണ്ടല്ലോ, അതുപോലത്തെ ഒരെണ്ണം മേടിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് അവൻ പോകുന്നുണ്ട്. ഒരു സാധാരണ ഷോപ്പല്ല, വ്യത്യസ്തമായ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണത്. അവിടെ പോയപ്പോൾ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയിലെ ആ കല്ലില്ലേ, അതുപോലത്തെ കല്ലുള്ള കുറേയധികം മാലകൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ അതെല്ലാം മേടിക്കാൻ നോക്കുമ്പോൾ അതിന്റെ ആ ഒരു സെയിൽസ് ഗേൾ ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഓരോ കല്ലിനും ഓരോ പ്രത്യേകതകളാണ്, ഇത് ധരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം കഴിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറയാണ്. എന്നാൽ ഇതിലൊന്നും താല്പര്യമില്ലാത്ത ബിയർ പറയണം, എന്നാ പിന്നെ ഈ മാലയൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും ഒരു സാധനം. അവൻ നോക്കുമ്പോൾ ഷെൽഫിൽ 1 വിഷ് വില്ലോ എന്നൊരു സാധനം കാണുന്നുണ്ട്. എന്നാ പിന്നെ അത് മതി, അത് പേക്ക് ചെയ്തേക്കെന്ന് പറയണം. അപ്പൊ തന്നെ ആ ഒരു സെയിൽസ് ഗേൾ പറയുന്നുണ്ട്, സാറേ കൊണ്ടുപോകുന്നതൊക്കെ നല്ലത്, പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല, പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ മാത്രമേ നിങ്ങൾ ഇത് മേടിക്കാൻ പാടുള്ളൂ. അപ്പൊ അതെന്താന്ന് ബിയർ ചോദിക്കുമ്പോൾ, അത് പിന്നെ സാറേ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതും വിചാരിച്ച് ഈ കമ്പ് ഒടിച്ചു കളഞ്ഞാൽ ആ ആഗ്രഹം സാധിക്കുമെന്നാ പറയുന്നത്. അപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെ ബിയർ പറയുന്നത്, ഓ പിന്നെ ഓരോ കാര്യങ്ങൾ, എന്തായാലും ഇതെനിക്കല്ല എന്റെ ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണ്, പേക്ക് ചെയ്തേക്കെന്ന് പറയണം. അങ്ങനെ അതുമായിട്ട് അവൻ നേരെ പാർട്ടിയിലേക്ക് പോകണം. പാർട്ടിയിൽ പോയിട്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബിയർ അങ്ങനെ എൻജോയ് ചെയ്യുന്നൊന്നുമില്ല. ഇതിനിടയിൽ എങ്ങനെയെങ്കിലും നിക്കിയോട് അവന്റെ ഇഷ്ടം തുറന്ന് പറയണല്ലോ. പക്ഷെ അതൊന്നും പറയാതെ ഇവര് സംസാരിക്കാൻ നോക്കി അവരെ വായിൽ നോക്കിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിയർ പതിയെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് മേടിക്കാൻ വേണ്ടി നേരെ കൗണ്ടറിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നിക്കിയും വരുന്നുണ്ട്. ഞാനും കൂടെ വരാൻ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഓർഡർ ചെയ്യാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയിട്ട് അവർക്ക് ആവശ്യമുള്ള ഡ്രിങ്ക്സ് എല്ലാം ഓർഡർ ചെയ്യാണ്. ഇതിനിടയിൽ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാം എന്ന് കരുതിയിട്ട് ബിയർ തുടങ്ങുകയാണ്. നിക്കി നീ ഇവളോ അവളോ എന്ന് പറയുമ്പോഴേക്കും, സാർ കാർഡാണോ ക്യാഷ് ആണോ എന്നും പറഞ്ഞിട്ട് ബെയറർ വരികയാണ്.
വരികയാണ്. തൊലച്ച്. എന്തായാലും അവരത് സെറ്റിൽ ചെയ്യാണ്. ഇതിനുശേഷം വീണ്ടും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീണ്ടും നിക്കിയോട് ബിയർ പറയാണ്, എനിക്കൊരു കാര്യം പറയാണ്, നീ ഇവളെ എവളോ അവളോ എന്ന് പറയാൻ നിൽക്കുമ്പോഴേക്കും വീണ്ടും നമ്മുടെ അലൻ വരികയാണ്. അലൻ വന്നിട്ട് പറയാണ്, എടാ ബിയറെ ഒരു കാര്യം അറിയോ, നമ്മുടെ സാറയില്ലേ, സാറയുടെ അച്ഛൻ്റെ വീട്ടില് നല്ലൊരു ഒന്നാന്തരം പിസ്റ്റൽ ഉണ്ട് എന്ന് അവള് പറഞ്ഞ് ചിലപ്പോൾ തള്ളായിരിക്കുമല്ലേ. ഇപ്പൊ നമ്മുടെ ബിയർ അലന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, എടാ ഞാൻ ചോദിച്ചോടാ, കാട്ടവരാതി കാട്ടുകുറുക്ക, ഒന്ന് എങ്ങനെയെങ്കിലും പോയി തരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നിക്കി തന്നെ ചോദിക്കുകയാണ്, അല്ല ബിയറെ നിനക്ക് എന്താ പറയാനുള്ളത്, പറഞ്ഞോന്ന് പറയാണ്. അപ്പൊ നിക്കി പറയണത് ഏയ് ഒന്നുമില്ല. അതായത് ആശാന് മൂഡ് പോയി. എന്തായാലും ഇതേ സമയത്ത് തന്നെ സാറ് അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഇവരുടെ ഗ്യാങ്ങിൽ തന്നെയുള്ള വേറൊരു ലേഡിയാണ്. എന്നിട്ട് സാറ് പറയണത്, നിങ്ങളൊക്കെ എന്താടാ പാർട്ടിക്ക് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത്, എൻജോയ് ചെയ്യേ, വാ നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിക്കുകയാണ്. ഇതിനിടയിൽ നിക്കിയും അതുപോലെ തന്നെ അലനും അങ്ങോട്ടേക്കൊന്ന് മാറി. ഈ സമയത്ത് ബിയറിനോട് സാർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല ബിയറെ നിന്റെ ആ ഒരു പൂച്ചയില്ലേ അതിനെങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പൊ ബിയർ പറയണം, അത് പിന്നെ ചെറിയൊരു പ്രശ്നം പറ്റി, നിലത്ത് വീണ മരുന്ന് അറിയാതെ കഴിച്ചുപോയി ആ പൂച്ച ചത്തുപോയി എന്ന് പറയണം. അപ്പൊ സാർ അപ്പം തന്നെ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, സാരില്ല കുഴപ്പമില്ല നമുക്ക് മറ്റൊന്നിന് മേടിക്കാം. അങ്ങനെ ആ ഒരു പാർട്ടി എല്ലാം കഴിഞ്ഞ് ഇവർ 4 പേരും പുറത്തേക്ക് വരികയാണ്. ഇതിനിടയിൽ നിക്കി ചോദിക്കുന്നുണ്ട്, എടാ അല നീ എങ്ങനെയെങ്കിലും എന്നൊന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യോ, എനിക്ക് ഇന്ന് ഒറ്റയ്ക്ക് പോകാൻ എന്തോ ഒരു മടി പോലെ. ഈ സമയത്ത് അലൻ അപ്പം തന്നെ പറയുന്നുണ്ട്, ഏയ് എനിക്കൊന്നും പറ്റില്ല, എനിക്ക് തിരക്കുണ്ടെന്ന് പറയണത്. കറക്റ്റ് ആ ഒരു സമയം നമ്മുടെ ബിയർ ഉപയോഗിക്കുന്നുണ്ട്. ബിയർ പറയണത്, ഞാൻ വേണമെങ്കിൽ കൊണ്ടാക്കി തരാം. ആ സമയത്ത് ഒരു ധൈര്യം വന്നപ്പോൾ അവനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നിക്കി ചോദിക്കുകയാണ്, സാറാ ചില്ലറക്കാശ് എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ സാറ് ചില്ലറക്കാശ് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ കാശുമായിട്ട് നിക്കി നേരെ പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു പിച്ചക്കാരൻ്റെ അടുത്തേക്കാണ്. അവർക്ക് അതും കൊടുത്ത് അവൾ തിരിച്ചു വരികയാണ്. അവളുടെ ഈ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ ബിയറിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബിയറും നിക്കിയും കൂടെ നേരെ അവളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ നിക്കി ഒരു കാര്യം പറയുന്നുണ്ട്, എടാ എനിക്ക് ആ ഒരു കടയിൽ ഇനി അധികം നാൾ വർക്ക് ചെയ്യാനും പറ്റില്ല, മറ്റെന്തെങ്കിലും നല്ലൊരു ഓപ്ഷൻ നോക്കണം, എനിക്കൊരു പാഷൻ ഉണ്ട്, നല്ലൊരു എഴുത്തുകാരി ആവണം, ലവ് സ്റ്റോറികൾ എഴുതണം എന്നൊക്കെയാണ് ഇപ്പം നിക്കി പറയുന്നത്. അപ്പോൾ ബിയർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഹാ നല്ല പ്ലാനാണല്ലോ, നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് നീ ചെയ്യേ, അതല്ലേ വേണ്ടത്. അതുപോലെ തന്നെ ബിയർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്ക് ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ നിനക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നിക്കി പറയുന്നുണ്ട്, സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റോ, പറ എന്താ അത്. അപ്പൊ തന്നെ ബിയർ പറയാണ്, അത് സമയാവട്ടെ അപ്പൊ ഞാൻ തന്നോളാം. എന്തായാലും ഇതിനിടയിൽ അവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എടാ നമ്മുടെ ആ ഒരു ഫ്രണ്ടില്ലേ സാറ, അവൾ എപ്പോഴും ജോലി ചെയ്യുന്ന സമയത്തേക്ക് നിന്നെ കുറിച്ച് ഇങ്ങനെ കുറെ അധികം സംസാരിക്കാറുണ്ട്. എനിക്ക് എന്താ തോന്നുന്നത് അവൾക്ക് നിന്നോടൊരു ക്രഷ് ഉണ്ട് എന്നാ, അതായത് നിന്നോട് അവൾക്കൊരു പ്രണയമുണ്ട്, തിരിച്ച് നിനക്ക് അതുപോലെ പ്രണയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഇപ്പൊ നിക്കിയുടെ വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവള് കാർന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ബിയർ പറയാണ്, അല്ല എനിക്കും അവളൊരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിക്കി നേരെ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവള് പോകുമ്പോൾ മനഃപൂർവ്വം അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി അവൾക്ക് ഇഷ്ടമില്ലാത്ത അവളുടെ ആ ഒരു പേരുണ്ടല്ലോ ഫ്രീക്കി നിക്കി, അത് ഈ ബിയർ വിളിക്കാണ്. അപ്പൊ അത് കേട്ട പാടിന് നിക്കി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ബിയറെ വേണ്ട, എനിക്ക് ആ പേര് തീരെ ഇഷ്ടമില്ലാന്ന് നിനക്ക് അറിയാലോ, പിന്നെ എന്തിനാ അങ്ങനെ വിളിച്ചത്, ഒന്നുമില്ല ചുമ്മാ പറഞ്ഞാന്ന് ബിയർ പറയണം. ഇതേ നേരം തന്നെ പോകുന്നതിന് മുന്നേ നിക്കി ഒന്ന് അവിടെ നിന്ന് അവനോടൊരു താളത്തിൽ ചോദിക്കുന്നുണ്ട്, ബിയറെ സത്യം പറയടാ, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ. ഇത്രയും നാൾ അവൻ ചോദിക്കാനിരുന്നത് അവളായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ബിയർ ഒന്ന് ഷോക്കായി പോണ്. ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ നിന്നൊന്ന് ഞെട്ടി. മാത്രമല്ല ബിയർ പറയാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒരു ഫ്രണ്ടിനെ പോലെ ഒരു സഹോദരിയെ പോലെ എന്ന് പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിക്കി ചെറുതായിട്ടൊരു വാടിയ മുഖവുമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ അവള് പോയി കഴിഞ്ഞപ്പോൾ ബിയർ സ്വന്തം ഇങ്ങനെ പറയാണ്, എന്തൊരു മണ്ടനാടാ, പൊട്ടൻ പൊട്ടൻ പൊട്ടൻ, ഇത്രയും നാളായിട്ട് നീ കാത്തിരുന്ന ആ ഒരു അവസരം ഇപ്പോൾ വന്നില്ല, നിനക്ക് നിന്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞുകൂടായിരുന്നു. അവന് വല്ലാത്തൊരു കുറ്റബോധം ഗിൽട്ടൊക്കെ തോന്നുകയാണ്. അതുപോലെ തന്നെ അവൻ വിചാരിക്കുകയാണ്, എന്നാ പിന്നെ ആ ഒരു വൺ വിഷുവില്ലോ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആ പാക്കറ്റിൽ നിന്നും ആ ഒരു കമ്പെടുക്കുകയാണ്. എന്നിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്, ഈ ലോകത്തിൽ മറ്റാരും ആരെയും സ്നേഹിക്കാത്ത രീതിയിൽ നിക്കി എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കമ്പ് കഷ്ണം അവൻ പൊട്ടിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും അവിടെ നടന്നില്ല. എന്നാൽ നേരത്തെ നിക്കി അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയായിരുന്നല്ലോ, അവൾ ആ വീടിന്റെ വാതിൽക്കൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. വാതിൽ തുറന്ന് അവൾ ഉള്ളിലേക്ക് പോകുന്നില്ല. പെട്ടെന്ന് നിക്കി പിറകിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ഓടി വന്ന് നമ്മുടെ ബിയറിനോട് ചോദിക്കണം, അല്ല നീ എനിക്ക് എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയല്ലേ, അതെവിടെ. അപ്പൊ ബിയർ അവിടെ ഇവിടേക്ക് ഒന്ന് നോക്കിയിട്ട് പറയണം, അത് പിന്നെ ഞാൻ എന്റെ വീട്ടിൽ മറന്നു വെച്ചു, എന്നാ പിന്നെ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോയാലോ. ഇതെന്താ ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പോണ്ട, നീ എന്റെ വീട്ടിൽ പോവാ, നമുക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കാം, നിന്റെ പൂച്ച ചത്തുപോയതല്ലേ, അതിന്റെ ആ ഒരു വിഷമത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. നിക്കിയുടെ ഈ സംസാരം പെരുമാറ്റം ഇതെല്ലാം കണ്ടപ്പോൾ ബിയറിന് ഭയങ്കര വിയേർഡായിട്ട് തോന്നുകയാണ്. ഇവൾ ഒരിക്കലും ഈ രീതിയിൽ പെരുമാറാറില്ല കേട്ടോ. മാത്രമല്ല നിക്കി ഇപ്പൊ നേരെ ബിയറിന്റെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ സീറ്റ് ബെൽറ്റ് എല്ലാം ഊരിയിട്ട് വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവന് വിളിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ പിറകിലേക്ക് മാറുകയാണ്. എന്നിട്ട് നിക്കി ഇപ്പോ ഈ ഒരു ബിയർ
ബിയറിനോട് പറയണ, ബിയറെ ഞാൻ എന്തൊക്കെയാ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത്, ഭയങ്കര വിയേർഡായിട്ട് ഞാൻ പെരുമാറുന്നുണ്ടല്ലേ, ഞാൻ ഓവറായിട്ട് മദ്യം കഴിച്ചതുകൊണ്ടായിരിക്കോ, എന്താ ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്, നിക്കിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ വീണ്ടും നിക്കി നേരെ അവന്റെ കാറിന്റെ മുൻപിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് ബിയറിനോട് പറയണ, ബിയറെ നിന്റെ വീട്ടിലേക്ക് വിട്, ഞാനും ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ബിയർ പറയണ, വേണ്ട വേണ്ട, ഇപ്പൊ വീട്ടിലേക്ക് വരണ്ട, ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ നമുക്ക് വീണ്ടും ഷോപ്പിൽ വെച്ച് കാണാന്ന് പറയണ. എന്നാൽ നിക്കി പറയണം, പറ്റില്ലടാ, എനിക്ക് നിന്റെ കൂടെ വരണം, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നില്ല. കാരണം എന്താണെന്നറിയോ, ഓരോ ദിവസവും എന്റെ അച്ഛൻ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു വേദനയും ആ ബുദ്ധിമുട്ടും ഇതെല്ലാം കണ്ട് 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 എന്റെ മനസ്സാകെ മരവിച്ചു പോയത്. അതുകൊണ്ട് ഈ ഒരു ദിവസം എനിക്കൊരു ഇച്ചിരി ആശ്വാസമായിക്കോട്ടെ, ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവളുടെ ആ ഒരു അവസ്ഥ കണ്ട് ബിയർ പറയണു, ഓക്കെ നീ വന്നു എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ബിയറിന്റെ വീട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഇത് പുതുതായിട്ട് റെന്റിനെടുത്ത വീടാണ്, ഇത് പഴയ വീടിനേക്കാളും നല്ലതാണെന്നാണ് നിക്കി പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വല്ലാത്തൊരു സ്മെല്ലുണ്ട്. അപ്പൊ ബിയർ ചോദിക്കുകയാണ്, വൃത്തികെട്ട സ്മെല്ലാണോ, നിനക്ക് തീരെ പറ്റുന്നില്ലേ? അതല്ലടാ, നിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് ഈ വീടിനും ഈ വീട്ടിലെ റൂമുകൾക്കുണ്ട്, അതെനിക്കെന്തോ വല്ലാതെ ഇഷ്ടമാകുന്നു എന്ന് പറയണം. ഇതിനുശേഷം നിക്കി നേരെ ബെഡ്റൂമിലേക്ക് പോവാണ്. പിന്നീട് ബെഡ്റൂമിലേക്ക് പോയ നിക്കി എന്താ ചെയ്തതെന്നറിയോ, നേരെ പോയിട്ട് നമ്മുടെ പിയറിന്റെ ആ ഒരു കട്ടിൽ കയറിയിരിക്കുകയാണ്. അതും ഒരു വല്ലാത്ത രീതിയിൽ തലയും താഴ്ത്തി അവൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിയർ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വേണോ, വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എന്നാൽ നിക്കി പറഞ്ഞു, എനിക്കൊന്നും വേണ്ടാന്ന്. അതുപോലെ തന്നെ ബിയറെ, ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല എന്ത് സംഭവിക്കുന്നതെന്ന്. അപ്പൊ ബിയർ പറഞ്ഞു, നിന്റെ ഉള്ളിലെ വിഷമം കാരണമായിരിക്കും നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, കുഴപ്പമില്ല, നാളെ രാവിലെ ആകുമ്പോഴേക്കും എല്ലാം ശരിയാവും, ഞാൻ എന്തായാലും അപ്പുറത്തേക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ അപ്പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ നിക്കി അവനെ വിളിക്കുകയാണ്, ബിയറെ ഒന്ന് നിൽക്കോ, ഇന്ന് രാത്രി നീ എന്റെ കൂടെ കിടക്കുമെന്ന് ചോദിക്കുകയാണ്. ബിയർ ആകെ ഞെട്ടിപ്പോയി. അവൻ കുറച്ചു നേരം അങ്ങനെ തരിച്ചു നിന്ന്, ഞാനോ ഇന്ന് നിന്റെ കൂടെ കിടക്കാനോ? ഞാൻ ഒറ്റയ്ക്ക് കിടന്നാലേ എനിക്ക് അച്ഛനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് രാവിലെ വരെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം, അതുകൊണ്ട് ഇന്ന് നീ എന്റെ കൂടെ കിടക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെറിയൊരു പേടിയോട് കൂടിയിട്ട് ബിയർ ഇപ്പോൾ അവന്റെ ആ ഒരു ടീഷർട്ടെല്ലാം ഒരു നേരെ ഞാൻ കിടക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു വല്ലാത്ത രീതിയിൽ അവന്റെ അടുത്തേക്ക് നിക്കി അവളുടെ ആ ഒരു ഡ്രസ്സെല്ലാം ഊരി മാറ്റി വരുന്നുണ്ട്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ബിയർ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇപ്പൊ അവന്റെ ഷോൾഡറിൽ തലയും വെച്ച് അവൾ അങ്ങനെ കിടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറി അവൾ റൊമാൻസ് ചെയ്യാൻ തുടങ്ങി. പതിയെ അവനെ ചുംബിക്കാൻ തുടങ്ങി. ഇപ്പോ അവനും ഒരു ഇച്ചിരിയൊക്കെ ധൈര്യം വന്നു, തിരിച്ചും ചുംബിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്നാണ് നിക്കി അവനെ തള്ളി മാറ്റുന്നത്. ബിയറും പേടിച്ചുപോയി, നിക്കിയും പേടിച്ചുപോയി. ബിയർ ചോദിക്കുന്നു, അല്ല നിനക്ക് എന്താ പറ്റിയത്? നിക്കി പറയാണ്, ഒന്നുമില്ല, പെട്ടെന്ന് എന്താ സംഭവിച്ചതുപോലെ. കുഴപ്പമില്ല, ഞാൻ നിന്റെ അടുത്ത് വരാം, ഞാൻ നോർമലായിട്ട് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ബിയറിന്റെ അടുത്തേക്ക് വരികയാണ്. പതിയെ പതിയെ അവൾ ഉറങ്ങുന്നുണ്ട്. അവൾ ഉറങ്ങിയ അപ്പം തന്നെ ബിയർ എഴുന്നേൽക്കുന്നുണ്ട്. ഓടിച്ചെന്ന് അവന്റെ ലാപ്ടോപ്പ് എടുത്ത് സെർച്ച് ചെയ്യാണ്. എന്താ സെർച്ച് ചെയ്യുന്നത്? വൺ വിഷ് വില്ലോ. ഇത് യഥാർത്ഥത്തിലുള്ളതാണോ? ഇത് ഒടിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ആഗ്രഹിച്ച് ഒടിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുമോ എന്നൊക്കെ അവൻ സെർച്ച് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോയും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുറെ പേരൊക്കെ പല രീതിയിൽ കമന്റ് ഇടുന്നുണ്ട്. 50% ആൾക്കാർ പറയുന്നത് ഇത് സത്യമാണ്, നന്നായിട്ട് വർക്ക് ചെയ്യും. ചില ആളുകളൊക്കെ പറയുന്നത് ഇത് ഒരു കാരണവശാലും വർക്ക് ചെയ്യില്ല, ഫേക്കാണ്, ഫ്രോഡ് പരിപാടിയാണെന്നൊക്കെയാ. പക്ഷേ ഇത് ഒരു ഫ്രോഡ് പരിപാടിയാണെന്ന് വിശ്വസിക്കാൻ ബിയറിന് കഴിയുന്നില്ല. കാരണം അവൻ ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ആ വില്ലോ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ നിക്കി ഇതുപോലെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് അവനുമായിട്ട് വല്ലാതെ അടുത്തതുപോലെ. എന്തായാലും ബിയറിന് ഏകദേശം ഒരു കാര്യം ഉറപ്പായി, വൺ വിഷ് വില്ലോ അത് അവന്റെ കാര്യത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ബിയർ നേരെ കിടക്കാൻ വന്ന സമയത്ത് നിക്കി ഈ മുടിയെല്ലാം അഴിച്ചിട്ട് ഒരു വല്ലാത്ത രീതിയിൽ ഇരുന്നുകൊണ്ട്, ബിയറെ നീ എങ്ങോട്ടാ പോയതെന്ന് ചോദിക്കുകയാണ്. അവളുടെ ആ ഒരു ചോദ്യവും ആ ഇരുത്തും ഇതൊക്കെ കണ്ടപ്പോൾ ബിയർ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവൻ പറയണ, ഞാൻ ബാത്റൂമിൽ പോയതാണ്. അപ്പം തന്നെ നിക്കി പറയുന്നുണ്ട്, അല്ല നീ നുണ പറയാണ്, നീ ബാത്റൂമിൽ പോയിട്ടില്ല, ഒരു കാര്യം ചെയ്യ്, എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു പറയാണ്. ചെറിയൊരു പേടിയോട് കൂടിയിട്ട് അവളുടെ അടുത്ത് പോയിട്ട് അവൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന നിക്കിയെ കാണാനില്ല. അവൻ പതിയെ എഴുന്നേറ്റ് കിച്ചന്റെ ഭാഗത്തേക്ക് നടന്നു പോയപ്പോൾ അവിടെ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. അവന്റെ ചത്തുപോയ പൂച്ചയുണ്ടല്ലോ, അതിനെ കുഴിച്ചെടുത്ത് ഒരു പായയിൽ വിരിച്ച് കുറച്ച് പൂക്കളെല്ലാം ഇട്ട് ഒരു മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ച് ആ പൂച്ചയെ അതിനെ അങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ബിയറാകെ ഞെട്ടി പോയി, നിക്കി നീ എന്താ ഈ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ നിക്കി പറയണ്, ഈ പൂച്ച നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂച്ചയായിരുന്നില്ലേ, ഇത് മരിച്ചുപോയില്ലേ, അപ്പൊ മരിച്ചുപോയ പൂച്ചയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചടങ്ങ് ചെയ്യണ്ടേ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് സന്തോഷാവില്ലേ? ഈ നിക്കിയുടെ ഈ പെരുമാറ്റം സംസാരം ഇതെല്ലാം കേട്ട് ബിയർ വളരെ വിയേർഡായിട്ട് തന്നെ നിക്കിയെ നോക്കുകയാണ്. എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്ന എന്താണെന്നറിയോ, ടു കൺട്രീസിൽ ദിലീപേട്ടൻ മമതയുമായിട്ട് അജു വർഗീസിന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ, അപ്പൊ മമതയുടെ ഒരു പഴയ ഓർമ്മകളുള്ള ആ ചട്ടിയും കലമൊക്കെ വെച്ച ഒരു റൂം കാണിക്കുന്നുണ്ടല്ലോ, ഒരു രൂപക്കൂട് പോലെയൊക്കെ. അപ്പൊ ദിലീപേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് നിന്റെ അമ്മൂമ്മയുടെ ബിനാലെയോ? എനിക്കിത് കണ്ടപ്പോഴും അതാണ് ഓർമ്മ വന്നത്. എന്തായാലും എന്തൊക്കെയോ ചില പന്തികേടുകൾ ഉണ്ടെന്ന് ബിയറിന് മനസ്സിലായി. എന്തായാലും ബിയറും നിക്കിയും കൂടെ ഇപ്പൊ നേരെ ഷോപ്പിലേക്ക് പോകണം. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോ തന്നെ നമ്മുടെ അലം പറയണം, കള്ളൻ മുടുക്കൻ, എന്താടാ ഇന്നലെ രാത്രി എന്തൊക്കെയാ നടന്നത് എന്നോട് പറയുന്നു പറയാണ്. ഈ സമയത്ത് ബിയർ പറയുന്നുണ്ട്, എന്റെ മോനെ ഒന്നും പറയാത്തേ നല്ലത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിക്കി ഉണ്ടല്ലോ ബിയറിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ടൊരു ചിരിയും. അവളുടെ ചിരിയാണ് ഈ സിനിമയിൽ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടും
നമുക്ക് പേടി തോന്നുന്നത്. സാധാരണ ഒരു മനുഷ്യൻ ചിരിക്കുന്ന രീതിയിലല്ല അവളിപ്പോൾ ചിരിക്കുന്നത്. ഇപ്പൊ ബിയർ അലനോട് പറയുന്നുണ്ട്, എടാ ഇന്നലെ രാത്രി ഉണ്ടല്ലോ അവളുടെ വീട്ടിൽ അവളെ കൊണ്ടാക്കിയപ്പോ അവൾക്ക് തീരെ ഓക്കെ ആയിരുന്നില്ല, അവളുടെ അച്ഛന് തീരെ വയ്യ, അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കൂടെ ഇന്നലെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവളുടെ പെരുമാറ്റമൊക്കെ വളരെ സ്ട്രേഞ്ച് ആയിരുന്നു. പെട്ടെന്ന് ദേഷ്യം കാണിക്കും, പെട്ടെന്ന് ഭയങ്കര സ്നേഹം കാണിക്കും, ഉമ്മ തരും. അപ്പൊ തന്നെ അലൻ ചോദിക്കാണ്, ഉമ്മ തന്നോ? അപ്പൊ നീ നിന്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞല്ലേ? ഇല്ലടാ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാടാ നിനക്ക് അവൾ ഉമ്മ തരിക? അലൻ ന്യായമായ രീതിയിൽ ചോദിക്കുകയാണ്. അപ്പൊ ബിയർ പറയണ, എനിക്കറിയില്ലടാ, എന്തായാലും ഞാൻ പോയിട്ട് അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലൻ നേരെ നിക്കിയുടെ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ആ സമയത്തും ഇടം കണ്ണിട്ട് നിക്കി നോക്കുന്നത് ബിയറിനെയാണ്. ബിയറിനാണെങ്കിൽ പേടി കാരണം അവളെ നോക്കാൻ പറ്റുന്നില്ല. തലയും താഴ്ത്തി അതിലൂടെ അങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് നടക്കുകയാണ്. അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ബിയർ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ കാറിന്റെ അടുത്തേക്ക് നിക്കി വരികയാണ്. അപ്പൊ തന്നെ ബിയർ പറയാണ്, ഇന്ന് നിന്റെ വീട്ടിൽ എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ബിസിയാണ് ഞാൻ. അപ്പൊ നിക്കി പറഞ്ഞു, ആ കുഴപ്പമൊന്നുമില്ല, എന്റെ ബാഗ് നിന്റെ വണ്ടിയിലുണ്ട്, അത് എടുക്കാൻ വേണ്ടി വന്നേന്ന് പറയണം. അങ്ങനെ അവളുടെ ബാഗ് എടുത്ത് അവൾ അവിടുന്ന് പോവാണ്. മാത്രമല്ല അലന്റെ കൂടെയാണ് ഇന്ന് നിക്കി വീട്ടിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും നിക്കി ഇല്ലാതെ ഇപ്പൊ ബിയർ വീട്ടിലേക്ക് വരികയാണ്. വന്ന പാട് തന്നെ ലാപ്ടോപ്പിലൊക്കെ സെർച്ച് ചെയ്യുന്നത് എന്താണ്, ഈ വൺ വിഷ് വില്ലോ ശരിക്കും ഉണ്ടോ, ഇതിന്റെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുണ്ടോ, ഇങ്ങനെ നിക്കിക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ എന്താണ് ഇതൊക്കെ എന്ന് അവന് പറ്റാവുന്ന രീതിയിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ അലനെ വിളിച്ചിട്ട് ബിയർ ചോദിക്കുന്നുണ്ട്, എടാ ഇന്ന് അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഈ പാലം പറയണേ, എടാ ഈ പാവം പെണ്ണിനെ കുറിച്ച് നീ എന്തൊക്കെയാണ് പറഞ്ഞത്? വളരെ നോർമലായിട്ടാണ് അവൾ ബിഹേവ് ചെയ്തത്, ഞാൻ അവളെ വീട്ടിലേക്ക് വിട്ടതാ, ഇപ്പൊ എന്റെ വീട്ടിലേക്ക് പോകുന്നേ ഉള്ളൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ബിയർ നോക്കുമ്പോൾ ഈ വീടിന്റെ ജനലുണ്ടല്ലോ അതിലൂടെ ഒരു നിഴൽ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ആരോ പുറത്ത് വന്ന് നിൽക്കുന്നത് പോലെയും അവന് തോന്നുകയാണ്. പതിയെ ബിയർ ചെന്നിട്ട് വാതിൽ തുറക്കാണ്. വാതിൽ തുറന്ന പാട് തന്നെ ഇരുട്ടത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ട് ബിയർ പേടിച്ചു പോവാണ്. നോക്കുമ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, നിക്കി തന്നെയായിരുന്നു. പേടിച്ചു പോയി ബിയർ ചോദിക്കുന്നുണ്ട്, നിക്കി നീ എന്താ ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? അപ്പൊ നിക്കി പറയണ്, ഞാനൊരു ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ്, ഇന്നലെ കുറച്ച് ഓവറായിരുന്നല്ലേ, ഞാൻ എന്തൊക്കെയോ ചെയ്തല്ലേ, ഞാൻ നിന്നോടൊന്ന് ക്ഷമ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് നിന്നോട് കുറെ നാളായിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു. അവൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ബിയറിന്റെ മനസ്സ് ഒന്ന് ഇളകുന്നുണ്ട് കേട്ടോ. അവന്റെ മുഖത്ത് പൂനിലാവ് പൂക്കുകയാണ്. ഒന്നും നോക്കിയില്ല, നിക്കിയും കുട്ടി വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അന്നത്തെ രാത്രി അവരടിച്ച് പൊളിക്കുകയാണ്. അന്ന് രാത്രി എന്നല്ല, പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നിക്കിയുടെയും ബിയറിന്റെയും ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളുടെ ദിവസമായിരുന്നു. സത്യം പറഞ്ഞാൽ സ്ഥലകാല ബോധമില്ലാതെ പ്രണയിക്കും. ഷോപ്പിലായാലും പുറത്തെവിടെയെങ്കിലും പോയാലും ആരും ചുറ്റും ഉണ്ടോന്നും നോക്കില്ല, അവിടെ വെച്ച് ചുംബിക്കും, റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കും. ഇനിയിപ്പോൾ കടയുടെ മുതലാളി അവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ മുതലാളി തന്നെ കുറച്ച് വിയേർഡായിട്ടാണ് ഇവരെ നോക്കുന്നത്. എന്തായാലും നമ്മുടെ ബിയർ വിചാരിച്ചതുപോലെ തന്നെ നിക്കി ഈ ലോകത്തിൽ മറ്റാരെക്കാളും പ്രണയിക്കുന്നത് അവനെയാണ്. ഒരാൾ മറ്റൊരാളെ എങ്ങനെ പ്രണയിക്കുന്നു അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് നിക്കി അവനെ പ്രണയിക്കുന്നത്. വൺ വിഷ് വില്ലോ അതൊടിക്കുന്ന സമയത്ത് അവൻ അവന്റെ ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ, ആ ആഗ്രഹം ഇപ്പൊ സാധ്യമായിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം നിക്കിയും അതുപോലെ തന്നെ ബിയർ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഡേറ്റിനായിട്ട് ഒരു ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നിക്കിയോട് ബിയർ ചോദിക്കാണ്, അല്ല നിന്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്, സുഖമായോ എന്ന് ചോദിക്കാണ്. അപ്പൊ തന്നെ ചെറിയൊരു ദേഷ്യത്തിൽ നിക്കി പറയാണ്, അതൊക്കെ എന്തിനാ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് പറയണം. ഈ സമയത്താണ് ബിയറിനെ അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അലൻ വിളിക്കുന്നത്. ഇപ്പൊ അവിടുന്ന് മാറിപ്പോയിട്ട് ബിയർ ഇപ്പൊ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് അലനോട് പറയണ, എടാ നിനക്കറിയില്ല ഞാൻ ഇന്നൊരു ഡേറ്റിലാണ്, ഇന്ന് എന്നെ വിളിക്കണോ? ആ സമയത്ത് അലൻ പറയണ, ബിയറെ ഞാൻ പറയുന്നു നീ ഒന്ന് കേൾക്കണം, രണ്ട് കാര്യം എനിക്ക് നിന്നോട് പറയാണ്ട്. അതായത് നിക്കി വളരെ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു നീ പറഞ്ഞായിരുന്നല്ലോ, എനിക്കത് വലിയ വിശ്വാസം ഇല്ലായിരുന്നെങ്കിലും ഞാൻ ചെറുതായിട്ട് ഒന്ന് അവളെക്കുറിച്ച് അന്വേഷിച്ചു. അതായത് അവള് പറഞ്ഞത് അവളുടെ അച്ഛന് ക്യാൻസർ ആണ്, മരിച്ചുകൊണ്ടിരിക്കാന്നൊക്കെ അല്ലേ. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലടാ, അവളുടെ അച്ഛന് ഒരു അസുഖവും, അയാൾ എന്നും ജോലിക്ക് പോകുന്നുണ്ട്, നല്ല ആരോഗ്യത്തോടെ നടക്കുന്നുണ്ട്, പിന്നെ എന്തിനാടാ അവള് നിന്നോട് നുണ പറഞ്ഞത്? അതുപോലെ തന്നെ ഒരു ദിവസം നമ്മുടെ സാറിയും അതുപോലെ തന്നെ ഈ നിക്കി സംസാരിക്കുമ്പോൾ നിക്കി ഒരു വട്ടം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും ബിയർ എന്റെ ഒരു സഹോദരനെ പോലെയാണെന്ന്. സഹോദരനെ പോലെ കാണുന്ന ഒരുത്തനോട് എങ്ങനെയാണ് ഒറ്റയടിക്ക് ഒരു പെൺകുട്ടിക്ക് പ്രണയം തോന്നുക? എനിക്ക് തോന്നുന്നത് അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം. അതേസമയം തന്നെ അവിടെ ഇരുന്നിരുന്ന നിക്കി പതിയെ എഴുന്നേറ്റ് വന്ന് ബിയർ ആരോടാ ഈ സംസാരിക്കുന്നത് എന്നിങ്ങനെ ദൂരത്തുനിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ഓരോ പ്രവൃത്തിയും അവളുടെ ഓരോ സീനും നിങ്ങളൊന്ന് നോക്കിക്കുക കേട്ടോ. അവളുടെ നടത്തം, നോട്ടം, നിൽപ്പ് ഇതെല്ലാം വളരെയധികം സ്ട്രേഞ്ച് ആണ്. ഒരാൾ നമ്മൾ എത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലും കൂടെ നിന്ന് ഇതുപോലെ ഓരോന്ന് കാണിക്കുമ്പോൾ ഏതൊരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനും ഒന്ന് പേടിച്ചു പോകും. അങ്ങനെ ചെറിയൊരു പേടിയോട് കൂടിയിട്ട് ബിയർ ഇപ്പൊ നിക്കിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നിക്കി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് തുറന്ന് ഒരു കല്ലെടുത്ത് അവന് കൊടുക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ഒരാൾക്കാണ് ഈ കല്ല് കൊടുക്കുക എന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ ബിയർ ആവശ്യമില്ലാതെ ഇവിടെ വെച്ചൊരു കാര്യം ചോദിക്കുകയാണ്, അല്ല നിക്കി, ഞാനൊരു കാര്യം പറഞ്ഞാൽ സത്യം പറയണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണ്, അപ്പൊ പിന്നെ എന്തിനാ നീ നിന്റെ അച്ഛന്റെ കാര്യത്തിൽ എന്നോട് നുണ പറഞ്ഞത്? നിന്റെ അച്ഛന് ശരിക്കും എന്തെങ്കിലും അസുഖമുണ്ടോ? ഇത് പറഞ്ഞതേ അവന് ഓർമ്മയുള്ളൂ. അവൾ എഴുന്നേറ്റൊരു നിൽപ്പാണ്. എന്നിട്ട് 1, 2, 3 ഡയലോഗ് ബിയർ ആകെ പേടിച്ചുപോയി.
അതായത് അവളുടെ ആ ഒരു നുണ പൊളിഞ്ഞു എന്ന് അറിഞ്ഞ സമയത്ത് അവള് വയലന്റ് ആവുകയാണ്. എന്നിട്ട് അവള് പറയാണ് ഇത് നല്ലൊരു ഡേറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ്. അവളുടെ ആ ശബ്ദം കേട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ബിയർ പറയുന്നുണ്ട് പ്ലീസ് ദയവ് ചെയ്ത് നീ ഒച്ച ഉണ്ടാക്കില്ലേ, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവാണ്. ആ രാത്രി വീണ്ടും രണ്ടുപേരും ഒന്ന് റൊമാൻസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അർദ്ധരാത്രി ആയപ്പോൾ ബിയർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവന്റെ അടുത്ത് അവളിപ്പില്ല. അല്ല ഈ രാത്രിയിൽ എഴുന്നേറ്റ് ഇവളെങ്ങോട്ടേക്ക് ഈ പോയത് എന്ന് ചുറ്റും അവനിങ്ങനെ നോക്കുന്ന സമയത്ത് ഇരുട്ടത്ത് ഈ ലൈറ്റ് എല്ലാം വെച്ചില്ലേ അതിന്റെ സൈഡിലായിട്ട് ഒരു രൂപം അങ്ങനെ നിൽക്കുന്നു. അവന്റെ കിളി പോയി എന്ന് പറയാം, ഞെട്ടിത്തെരിച്ചു പോയി. നോക്കുമ്പോൾ മുടിയെല്ലാം അങ്ങനെ താഴേക്ക് നീട്ടിയിട്ട് അവന്റെ ഒരു വലിയ സെറ്റർ ഉണ്ടായിരുന്നു അതിലിട്ട് അവള് വല്ലാത്തൊരു നൃത്തം അങ്ങനെ നിൽക്കുകയാണ് അനങ്ങാതെ ഒരു പ്രതിമയെ പോലെ. ആ ഇരുട്ടത്ത് നിന്ന് അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പൊ നിക്കിയോട് ബിയർ പറയാണ് നിക്കി ഇങ്ങോട്ടേക്ക് പോവാ. ആ സമയത്ത് അവളൊരു വരുത്തം വരുന്നുണ്ട്. ഈ കള്ളന്മാരൊക്കെ വരുന്നത് പോലെ പമ്മി പമ്മി പമ്മിയുള്ള ആ ഒരു വരുത്തുണ്ടല്ലോ, ആ വരുത്ത് കാണുമ്പോഴും ബിയർ പേടിച്ചു പോവാണ്. എന്നാൽ അവൾ അവന്റെ അടുത്തേക്ക് വരാതെ വീണ്ടും ആ ഒരു ഇരുട്ടിൽ പോയി നിൽക്കുകയാണ്. ബിയർ ചോദിക്കുകയാണ് നിക്കി നിനക്ക് എന്താ പറ്റിയത്? അപ്പൊ നിക്കി പറയാണ് ഇവിടെ നിന്ന് നിന്നെ നോക്കുമ്പോൾ എന്തൊരു ഭംഗി അറിയാം നിനക്ക് എന്നും പറഞ്ഞ് ഒരു വല്ലാത്ത ചിരി. ആ ഇരുട്ടത്ത് അവളുടെ ആ ഒരു മുഖമല്ല അവിടെ കാണുന്നത്, അതിന് പകരം ഒരു ഷേഡ് പോലെ ഒരു പിശാചിൻ്റെതുപോലെയുള്ള മുഖമാണ് അവിടെ കാണാൻ കഴിയുന്നത്. മുഖത്തിന് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നതുപോലെ. മാത്രമല്ല അവളിപ്പോ പറയാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ നീ എന്നെ സ്നേഹിക്കുന്നില്ല കേട്ടോ. ഇതും പറഞ്ഞു ഒരു വല്ലാത്ത രീതിയിൽ കരയാണ്. ചില കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നൂലേ, അതുപോലെ തന്നെ ഇപ്പൊ നിക്കിയോട് ബിയർ പറയണം ദയവ് ചെയ്തിട്ട് പെണ്ണെ ഇവിടെ ഒന്ന് വന്ന് കിടക്കുക, എനിക്ക് പേടിയാവുന്നു എന്ന് അവൾ എന്തൊക്കെയോ പിച്ചും പിയും പറയുന്നുണ്ട്. മാത്രമല്ല ബിയർ അവിടെ കിടക്കുന്ന സമയത്ത് അതിലൂടെ ആ ഇരുട്ടിലൂടെ അവൻ കാണാതെ അവളങ്ങനെ ഓരോന്ന് പുലമ്പിക്കൊണ്ട് നടക്കുകയാണ്. നിനക്ക് എന്നോട് സ്നേഹമില്ല, എനിക്കറിയാം എന്നാൽ അവളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, അവളെ കാണാൻ കഴിയുന്നില്ല. അപ്പൊ ബിയർ ചോദിക്കുകയാണ് നിക്കി നീ എവിടെ, നിന്നെ കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഇരുട്ടത്തിൽ നിന്നും അവന്റെ മുന്നിലേക്ക് നിക്കി ചാടി വീഴുകയാണ്. അവളുടെ മുഖം കാണാതിരിക്കാനായിട്ട് ഒരു ഫ്ലവറും അവളുടെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഫ്ലവർ പെട്ടെന്ന് മാറ്റിയിട്ട് പറയാണ് ബിയറെ ഇത് നിന്റെ പൂച്ചയ്ക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ് കേട്ടോ. എന്തായാലും ആ ഒരു പൂവ് അവിടെ വെച്ച് ഇപ്പൊ ബിയറിന്റെ അടുത്തേക്ക് അവള് വന്ന് ശാന്തയായിട്ട് കിടക്കുകയാണ്. ഇതിന്റെ ആ ഒരു ഭയാനകത അത് എത്രത്തോളാന്ന് അറിയണമെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ച് നോക്കിയോക്ക്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഇതുപോലെ രാത്രിയിൽ ഇരുട്ടത്ത് നിന്ന് ഇതുപോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? എന്തായാലും നിക്കി ഇപ്പോൾ അവന്റെ കൂടെ വന്ന് കിടന്നേ ഉള്ളൂ. ബിയറിന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി. ബിയർ ഇപ്പോൾ കണ്ണാടിയിൽ പോയി നോക്കുന്ന സമയത്ത് അവന്റെ മുടിയുടെ ഒരു ഭാഗം ആരോ മുറിച്ചിരിക്കുകയാണ്. മറ്റാരുമില്ല നിക്കി തന്നെയാണ്. നേരെ നിക്കിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതെന്തിനാ മുടി മുറിച്ചേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിക്കി പറയണ ആ ഭാഗത്ത് മുടിയുള്ളത് നിനക്കൊരു ഭംഗിയില്ല, അതുകൊണ്ടാണ് ഞാൻ മുറിച്ച് കളഞ്ഞത്. എന്നാൽ ശാന്തമായിട്ട് തന്നെ ബിയർ പറയുന്നുണ്ട് ഇനി ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് നിക്കി പറയണ നീ പോവല്ലേ, നിനക്ക് ഉച്ചക്ക് കഴിക്കാനായിട്ട് ലഞ്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് പോയാൽ മതി എന്ന് പറയണം. ശരി ലഞ്ച് ഞാൻ എടുക്കാം. അതുപോലെ തന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഒരു കാര്യത്തിൽ എനിക്ക് പ്രോമിസ് ചെയ്ത് തരണം. ഇന്നലെ രാത്രി സംഭവിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇരുട്ടത് നിന്ന് എന്നെ പേടിപ്പിച്ചതൊക്കെ ഇനി ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു ചിരി ചിരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ബിയർ പറയുന്നുണ്ട് നിക്കി ഇതുപോലെ നീ ഇനി ചിരിക്കരുതേ പ്ലീസ്. അങ്ങനെ ഇതും പറഞ്ഞ് അവൻ പോവാൻ നിൽക്കുമ്പോൾ നിക്കി വീണ്ടും അവനെ വിളിക്കുകയാണ്. എന്നിട്ട് ആ ചിരി ചിരിച്ചുകൊണ്ട് തന്നെ അവനോട് പറയാണ് എടാ കുറച്ചു നേരം കൂടെ എന്റെ കൂടെ നിന്നൂടെ. അപ്പൊ ബിയർ പറയണ പറ്റില്ല, ജോലിക്ക് പോകുന്ന സമയമല്ലേ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വാതിൽ തുറക്കാൻ പോകുന്ന സമയത്ത് ഒരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. ഇവൻ എവിടേക്കും പോവാതിരിക്കാനായിട്ട് ഈ സെലോ ടേപ്പ് ഉണ്ടല്ലോ അത് കുറേ എടുത്ത് വാതിലിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒട്ടിച്ചൊട്ടിച്ച് തുറക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഇതെന്ത് ഭ്രാന്ത്, ലൈഫ് ഏകദേശം മൂഞ്ചിയ അവസ്ഥയിലായി എന്ന് അവന് മനസ്സിലായി. ആ വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിക്കി പറയണ അത് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ തുറക്കണ്ട, ഇന്ന് ഇവിടെ നിന്നോന്ന് പറയണ. എന്നാൽ വേറെ പേടിച്ചിട്ട് എങ്ങനെയൊക്കെയോ ആ ഒരു വാതിൽ തുറന്ന് വേഗം അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ നിക്കി ചിരിച്ചുകൊണ്ട് ആ സോഫയിൽ നിന്നും എഴുന്നേറ്റ് ആ വാതിലിന്റെ അടുക്കിലേക്ക് വന്നു നിന്ന് അവൻ ഇപ്പൊ തിരിച്ചു വരും എന്ന ഭാവത്തിൽ അവിടെ ഒരു നിർത്തം നിൽക്കുകയാണ്. മാത്രമല്ല അവൻ ചിരിക്കരുത് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അവൾ ചിരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ നിന്ന് അറിയാതെ അവള് തന്നെ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അവൾ അറിയുന്നില്ല. ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയാം. എന്തായാലും ബിയർ പേടിച്ച് ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. ലഞ്ച് ടൈം ആയപ്പോൾ അവൻ ആ ഒരു ലഞ്ച് കഴിക്കാൻ നിൽക്കുകയാണ്. ഇപ്പൊ ആ ഒരു ബോക്സ് തുറന്നപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ട്. എങ്ങനത്തെ ഫോട്ടോ എന്നല്ലേ, അവൻ ഉറങ്ങുന്ന സമയത്ത് നിക്കി അവന്റെ അടുത്ത് പോയിന്ന് അവന്റെ കൂടെ എടുത്ത സെൽഫികളൊക്കെ അതെല്ലാം മാറ്റി വെച്ച് ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ സാറ ഇപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ്. ഓൾറെഡി ഈ സാറയ്ക്ക് ബിയറിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഇന്നേ വരെ അത് തുറന്നു
തുറന്നു പറയാൻ അവൾക്കും പറ്റിയിട്ടില്ല. ഇപ്പൊ സാറ ഈ ബിയറിനോടൊരു കാര്യം പറയുന്നുണ്ട്. എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നീ ഒന്ന് സൂക്ഷിക്കണം, കാരണം നിക്കി പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അവൾക്കൊരു ബ്രദറിനെ പോലെയാണെന്ന്. ഒറ്റയടിക്ക് ഒരു ബ്രദറിനെ അവൾ എങ്ങനെ സ്നേഹിക്കുമോ എനിക്കറിയില്ല, നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയണം. കാരണം അവനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് സാറ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതേ സമയത്ത് ബിയർ ആ ഒരു ലഞ്ച് കഴിക്കുന്നുണ്ട്. എന്നാൽ ഒരു സമയത്ത് അവനൊരു കാര്യം മനസ്സിലായി, ഇത് സാധാരണ ഫുഡല്ല. ഈ ബ്രെഡിനിടയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഇറച്ചിക്ക് ഇതുവരെ ഇല്ലാത്തൊരു ടേസ്റ്റ്, അതുപോലെ തന്നെ അതിൽ എന്തോ ഒരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു. ഇതുകൂടെ കണ്ടപ്പോൾ ബിയറിന്റെ കിള്ളി പാറുകയാണ്. അതായത് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആ പൂച്ചയുണ്ടല്ലോ, ചത്തുപോയ ആ പൂച്ചയുടെ ഇറച്ചി വെച്ചാണ് ഈ ബ്രെഡിനിടയിലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡസ്റ്റ്ബിന്റെ ഉള്ളിലേക്ക് തലയിട്ട് അവൻ ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അതായത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ബിയർ പോവാണ്. എന്തായാലും വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഇപ്പൊ അലൻ വന്നിട്ട് പറയണേ, എടാ എന്റെ വണ്ടി കേടായി, എന്നെ ഒന്ന് നീ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അലൻ കുറച്ച് മടിയോട് കൂടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ബിയറെ, അതായത് നീ പറഞ്ഞില്ലേ നിക്കിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന്, സത്യത്തിൽ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് അവളുടെ മാനസികാവസ്ഥയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ പച്ചയ്ക്ക് നുണ പറയോ? അതുപോലെ തന്നെ ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ അവൾ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവളെ നീ യൂസ് ചെയ്യരുത്. അത് കുറച്ച് മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്നുണ്ട്, നീ ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്തായാലും ഇന്ന് രാത്രി എന്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്, നീ എന്തായാലും വരണമെന്ന് പറയണം. അപ്പൊ തന്നെ ബിയർ പറയുന്നത്, ഇല്ലടാ പറ്റില്ല, ആ നിക്കി എന്നെ വിടില്ല എന്ന് പറയണം. എന്തായാലും നീ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അലൻ അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ബിയർ അവന്റെ ആ ഒരു വണ്ടിയിൽ ഇപ്പോഴും വൺ വിഷ് വില്ലയുടെ ആ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ കസ്റ്റമർ സർവീസിന്റെ നമ്പറുണ്ട്. വേഗം തന്നെ അവൻ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുകയാണ്. ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ഇപ്പോൾ ഒരാൾ എടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു വൺ വിഷ് വില്ല ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് പരീക്ഷ നോക്കി. അതുപോലെ തന്നെ ഞാൻ ചോദിച്ച ആ ഒരു ആഗ്രഹം എനിക്കത് അത്രക്ക് വേണ്ട, അതിനൊന്ന് അൾട്ടേഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയണേ, ഏയ് അതൊന്നും പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കിയാൽ മതി എന്ന് പറയണം. അയാൾ പിന്നീട് ഫോൺ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ ബിയർ പറയണം, ഒരേ ഒരു കാര്യം അതുകൂടെ ചോദിച്ചോട്ടെ, സത്യത്തിൽ ഈ വൺ വിഷ് വില്ലോ ഇത് സത്യമാണോ? ഒരു പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടണം എന്ന് കരുതിയിട്ട് ഞാൻ ഇത് പൊട്ടിച്ചു കളഞ്ഞു. പ്രാന്തമായ രീതിയിൽ അവൾ എന്നെ ഇപ്പം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ആഗ്രഹം ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ആ ആള് പറയുന്നത്, ഒരു കാരണവശാലും പറ്റില്ല. ആ ആഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു വരം അതില്ലാതാവണമെങ്കിൽ നീ മരിക്കണം. ബാക്കി എന്തെങ്കിലും അറിയണമെങ്കിൽ ആ പാക്കറ്റിന്റെ പുറത്തുണ്ട്, വായിച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കെട്ടിയാണ്. എന്തായാലും ഇതിനുശേഷം ബിയർ നേരെ അവന്റെ വീട്ടിൽ വന്ന് കയറി നോക്കുമ്പോൾ ഒരു കാര്യം കണ്ട് വീണ്ടും ഞെട്ടുകയാണ് കേട്ടോ. രാവിലെ അവൻ പോകുന്ന സമയത്ത് ഒരു ചിരിയും ചിരിച്ച് അവൾ നിന്നായിരുന്നല്ലോ, അതേ സ്ഥലത്ത് തന്നെ ഇപ്പോഴും ആ ചിരി ചിരിച്ച് അവൾ നിൽക്കുകയാണ്. അവൻ ഇപ്പം വാതിൽ തുറന്ന് വരും എന്ന പ്രതീക്ഷയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബിയറിനോടുള്ള അവളുടെ ആ ഒരു ഇഷ്ടം കാരണം അവളിൽ നിന്ന് ആ ഒരു നൃത്തം, ആ നൃത്തത്തിൽ ഒന്നും രണ്ടും വായിലൂടെയും എല്ലാം പാസ്സാക്കിയിട്ടുണ്ട്. മൂശിഞ്ഞ് നാറുന്നുണ്ട്. എന്തായാലും അവളുടെ ഈ ഒരു കോലം കണ്ട് ഓടി വന്നിട്ട് ബിയർ പറയണ, നിക്കി നീ എന്താ ഈ ചെയ്യുന്നത്? അത് പിന്നെ ബിയറെ, നീ ഇപ്പം വരുന്നു കരുതിയിട്ട് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുകയായിരുന്നു. എന്തൊക്കെയായാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിക്കി, നീ ആദ്യം പോയിട്ടൊന്ന് ഫ്രഷ് ആവുമെന്ന് പറഞ്ഞിട്ട് അവളെ നേരെ ബാത്റൂമിലേക്ക് ആക്കി കൊടുക്കുകയാണ്. പിന്നീട് ബിയർ പറയുന്നുണ്ട്, ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ നിക്കി പറയണ, ഞാനും വരുന്നുണ്ട്. അപ്പൊ ബിയർ പറഞ്ഞ, അത് പറ്റില്ല, കാരണം ഇത് ബോയ്സ് പാർട്ടിയാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടിയെന്ന് നിക്കിയും പറയാണ്. കാരണം സാറ കൂടെ ആ ഒരു പാർട്ടിയിലേക്ക് വരുന്നുണ്ട്. സാറ വരുന്നുണ്ടെങ്കിൽ നീയും വന്നു എന്ന് നിക്കിയോട് ബിയർ പറയണം. എന്നാൽ നിക്കി പറയണ, ഏയ് അങ്ങനെയൊന്നുമല്ല, നീ ഞാൻ കൂടെ വരാതിരിക്കാനായിട്ട് നുണ പറയാൻ തുടങ്ങിയല്ലേ, ആ പണ്ടത്തെ ഇഷ്ടമൊന്നും എന്നോടില്ല അല്ലേ? ഇതും പറഞ്ഞ് അവള് കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. ആ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ബിയറിന് പ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഇവർ നേരെ ആ ഒരു പാർട്ടിയിലേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു പാർട്ടിയിലേക്കൊക്കെ പോയി ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് എല്ലാവരും എൻജോയ് ചെയ്യാണ്. ഇതേ സമയത്ത് ഇവർ ഇരിക്കുന്ന ഒരു സോഫയുടെ നടുവിലായിട്ട് ചെറിയൊരു ടേബിൾ ഉണ്ട്. അതിൽ കുറേയധികം മരക്കഷ്ണങ്ങളുണ്ട്. ഓരോരുത്തരായിട്ട് അത് ഓരോന്നായിട്ട് എടുക്കണം. അപ്പൊ അതിൽ എന്താണ് എഴുതിയത് അതുപോലെ ഇവർ ചെയ്യും വേണം. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ പലക കഷ്ണം എടുത്ത് ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുത്തന്നെ ആ ഒരു പലക കഷ്ണം എടുത്തപ്പോൾ നിക്കിയുടെ റൈറ്റ് സൈഡിൽ പോയി ഇരിക്കുക എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ എഴുന്നേറ്റ് ഈ നിക്കി ഉണ്ടല്ലോ അവളുടെ അടുത്ത് ബിയർ ഇരിക്കുന്നുണ്ടായിരുന്നു. ബിയറിനെ എഴുന്നേൽപ്പിച്ച് അവൻ അവിടെ ഇരിക്കുകയാണ്. എന്നാൽ നിക്കിക്ക് ഇത് കണ്ട് ഭയങ്കര സങ്കടാവുന്നുണ്ട്. കരച്ചിൽ വരുന്നത് പോലെ ആവുകയാണ്. ഇപ്പൊ ബാക്കിയുള്ള എല്ലാരും ചോദിക്കാണ്, അല്ല ബിയറെ, നീ എന്താണ് ഇവളെ ചെയ്തത്? ഒരു ഇത്തിരി നേരം അവളുടെ അടുത്തുനിന്ന് മാറിയിരുന്നപ്പോഴേക്കും എന്തൊരു സങ്കട വീണിന്. ഇതേ സമയം തന്നെ നമ്മുടെ ബിയറിന്റെ അവസരം വന്നിട്ടുണ്ട്. അവനിപ്പോ ആ ഒരു മരക്കഷ്ണം എടുക്കുകയാണ്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് അവന്റെ വലതുവശത്ത് ആരാണോ അയാൾക്കൊരു ചുംബനം കൊടുക്കണം എന്നാണ്. വലതുവശത്ത് ഇരിക്കുന്ന ആരാണ്? സാറയാണ്. അവനിപ്പോ സാറയെ നോക്കുന്നുണ്ട്. സാറയാണെങ്കിൽ നിക്കിയെ നോക്കുന്നുണ്ട്. നിക്കിയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും നോക്കുന്നുണ്ട്. ഇപ്പൊ നിക്കി പതിയെ എഴുന്നേറ്റ് വരികയാണ്. സാറയുടെ പിന്നിൽ പോയി നിൽക്കണം. ആ നേരം നിക്കിയുടെ ആ ഒരു മുഖത്തിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കിയേ, എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരവസ്ഥയിൽ. സാറയ്ക്കാണെങ്കിൽ കയ്യും കാലും വറക്കുന്നുണ്ട്. ഇവള് പിന്നിന്ന് ഇപ്പം എന്തെങ്കിലും ആക്കുമെന്ന് കരുതിയിട്ട്. എന്നാൽ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. പതിയെ സാറയുടെ ആ ഒരു കസാര പിന്നിലേക്ക് വലിക്കുകയാണ്. എന്നിട്ട് ഈ ബിയറിന്റെ വലതുവശത്ത് പോയിട്ട് നിക്കി ഇരിക്കുകയാണ്. അപ്പൊ ബിയറിന്റെ വലതുവശത്ത് ആരാ? നിക്കിയല്ലേ. അപ്പൊ എനിക്ക് ഇനി ഒരു ഉമ്മതാന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ എന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നിക്കിക്ക് അവനൊരു ചുംബനം കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു സെക്കൻഡിൽ എല്ലാവരും വളരെയധികം സൈലന്റ് ആയിട്ട് ഒരു സ്ട്രേഞ്ച് ആയിട്ട് തന്നെ ഇപ്പൊ നിക്കിയെ നോക്കുകയാണ്.
പൂർണ്ണമായ നിശബ്ദത. ഈ സമയത്ത് നിക്കി പറയാണ്, നിങ്ങൾക്കാർക്കും യഥാർത്ഥ പ്രണയം അതെന്താണെന്ന് അറിയില്ല. ആ പ്രണയം എനിക്ക് കാണിച്ചു തന്നത് ബിയറാണ്. അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവളുടെ യഥാർത്ഥ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അത് കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ആ സെക്കൻഡിൽ പേടിച്ചു പോയ നിക്കി പിറകിലേക്ക് വീഴുകയാണ്. ഇത് ഞാനല്ല, ഞാനായിട്ടല്ല ഇവിടെ പെരുമാറുന്നത്, എന്നെ ആരോ കൺട്രോൾ ചെയ്യാണ്, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലെടുത്ത് നിലത്തടിച്ച് ആ പൊട്ടിയ ഗ്ലാസിന്റെ കഷ്ണം വെച്ച് കണ്ണിലേക്ക് 4-5 പ്രാവശ്യം കുത്തുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിലവിളിക്കുമ്പോൾ ബിയർ തലയും താഴ്ത്തി അങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവൻ ഇതൊരു പുതിയ കാര്യമല്ല. എന്നാൽ അല്പനേരം കൊണ്ട് തന്നെ നിക്കി പഴയതുപോലെ ആവുകയാണ്. എന്നിട്ട് ചോരി ഒലിക്കുന്ന ഒരു മുഖവുമായിട്ട് എല്ലാവരെയും നോക്കി ചിരിക്കുകയാണ്. എന്താ എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നേ എന്നൊരു ചോദ്യവും. എന്തായാലും ഇതിനുശേഷം അവളെയും കൂട്ടിയിട്ട് ബിയർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവളുടെ കളി കണ്ട് ആരും അവളെ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് തന്നെ പോവാണ്. ആ പോകുന്ന സമയത്തും രക്തം ഒലിക്കുന്ന ആ ഒരു മുഖവുമായിട്ട് നിക്കി ഇപ്പോൾ ബിയറിന്റെ ആ ഒരു ഷോൾഡറിൽ തന്നെ തല വെച്ച് കിടന്നുറങ്ങുകയാണ്. പിന്നീട് വീട്ടിലേക്ക് എത്തിയ സമയത്ത് ബിയർ ചോദിക്കുകയാണ്, നിക്കി നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? എല്ലാവരും ഞെട്ടിപ്പോയില്ലേ? ഇപ്പൊ നിക്കി പറയാണ്, എനിക്കറിയാം ആ സാറ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അപ്പൊ ആ ഒരു പൊസസീവ്നെസ്സിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കൂ ബിയറെ. അതേ സമയത്തിന് ബിയർ പറയുന്നുണ്ട്, നിക്കി നീ എന്താ ഈ പറയുന്നത്? അവൾക്ക് എന്നെ ഇഷ്ടമായിക്കോട്ടെ, പക്ഷെ എനിക്കിഷ്ടം നിന്നെയല്ലേ, നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ഇപ്പൊ വേഗം തന്നെ എഴുന്നേറ്റ് നിക്കി പറയണ, എന്നാ പിന്നെ എനിക്ക് ഇപ്പൊ ഒരു ഉമ്മ തരുമോ? ഉമ്മ കൊടുക്കാൻ പറ്റിയ സമയം തന്നെ. എന്തായാലും ബിയർ പറയണ, ഇപ്പൊ പറ്റില്ല, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, കുറച്ച് ദിവസം നീ അവിടെ നിൽക്ക്, നമുക്ക് കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, ഇതിനുശേഷം നമുക്ക് പഴയതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കാം, എന്നാൽ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, കുറച്ച് ദിവസം വിട്ടു നിൽക്കാം എന്ന് പറഞ്ഞത് നിക്കിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അവള് നിന്ന നിൽപ്പിൽ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് വളരെ ഇമോഷണൽ ആയിട്ട് തന്നെ അവള് പറയാണ്, ബിയറെ നിനക്ക് എന്താ ഇഷ്ടം, ഞാൻ അതൊക്കെ ചെയ്തു തരാം, നിനക്ക് എങ്ങനെയാ ഞാൻ നിൽക്കേണ്ടത്, ഞാൻ അതുപോലെയൊക്കെ നിന്ന് തരാം. ഈ സമയത്ത് ബിയർ പറയുന്നുണ്ട്, നിക്കി നീയായിട്ടല്ല ഇപ്പൊ പെരുമാറുന്നത്, ആ പഴയ നിക്കിയായിട്ട് നീ മാറ്, എനിക്കെന്തോ ഈ അവസ്ഥയിൽ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത് കേട്ട സമയത്ത് തന്നെ അവൾക്ക് ആകെ വിഷമങ്ങളുടെ ഉള്ളിൽ തട്ടുക എന്നൊക്കെ പറയില്ല, അതുപോലെ തട്ടി അവൾ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ബിയർ പറയണ, തൽക്കാലം നീ നിന്റെ വീട്ടിൽ പോകണ്ട, ഇന്ന് അപ്പുറത്തെ റൂമിൽ നീ കിടക്ക്, ഞാൻ ഇവിടെ കിടക്കാന്ന് പറയണം. അതും നിക്കിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഒരു പ്രത്യേക രീതിയിൽ അവൾ പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് റിവേഴ്സ് ആയിട്ട് ഒരു നടത്തം നടക്കുകയാണ്. എന്നിട്ട് വാതിലിന്റെ ഭാഗത്ത് ഒരു നിഴലുണ്ടായിരുന്നു, അവിടെ പോയിട്ട് അവളൊരു നിർത്തം നിൽക്കുകയാണ്. ഒരു വല്ലാത്ത നോട്ടവും ബിയറിനെ നോക്കിയിട്ട് അപ്പൊ തന്നെ ബിയർ പറയുന്നുണ്ട്, നിക്കി എനിക്ക് പേടിയാവുന്നുണ്ട്, നീ മര്യാദക്ക് റൂമിൽ പോയി കിടക്കുന്നു. അപ്പൊ നിക്കി പറയണ, ബിയറെ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ പേടിക്കണ്ട. ഇതും പറഞ്ഞ് പെട്ടെന്ന് അവന്റെ അരികിലേക്ക് ഓടി വരുന്നത് പോലെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. പേടിച്ചു പോയി ബിയർ പറയണ, പൊന്നി നിക്കി എനിക്ക് വല്ലാതെ പേടിയാവുന്നു, നീ നിന്റെ റൂമിൽ പോയി കിടക്ക്, നമുക്ക് നാളെ സംസാരിക്കാന്ന് പറയാണ്. ഓ ശരി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവള് നേരെ റൂമിൽ പോകുന്നുണ്ട്. എന്നാൽ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ബിയർ പോയിട്ട് അവളുടെ കൂടെ കിടക്കുകയാണ്. ആ കിടുത്ത നിങ്ങളൊന്ന് നോക്കിയേ, നിക്കി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. എന്നാൽ ബിയറിന് ഒന്ന് കണ്ണടക്കാൻ പോലും കഴിയുന്നില്ല. സ്വസ്ഥത, സമാധാനം, ഇതെല്ലാം പോയി. ഈ സമയത്താണ് സാറ വിളിക്കുന്നത്. സാറ ഇപ്പോൾ അവന്റെ വീടിന്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം, ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവനോട് പറയാനുണ്ടെന്നും സാറ പറയാണ്. അങ്ങനെ നിക്കി അറിയാതെ പതിയെ ആ ഒരു കിടക്കയിൽ നിന്നും ബിയർ എഴുന്നേൽക്കാണ്. ഇതേ സമയത്ത് തന്നെ നിക്കി ഉറക്കത്തിൽ അവനോട് സംസാരിക്കുന്നുണ്ട്. ബിയറെ നിനക്ക് പറ്റുവാണെങ്കിൽ നീ എന്നെ ഒന്ന് കൊന്നു തരുമോ? അവളി പുറങ്ങാണ്. എനിക്ക് അവളായിട്ട് അഭിനയിക്കാൻ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലടാ, അവൾ ഉണരുന്നതിന് മുന്നേ നീ എന്നെ കൊന്നു കളഞ്ഞേക്കെന്ന് പറയാണ്. അതായത് നിക്കിയായിട്ടല്ല പെരുമാറുന്നത്, എന്നാൽ അവളുടെ ഉള്ളിൽ അവളുടെ ആ ഒരു സ്വബോധം, അവളുടെ സ്വന്തം മനസ്സ് മനസ്സിലാക്കുന്നുണ്ട് അവൾ ആരും നിയന്ത്രിച്ച് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഉറക്കത്തിലുണ്ടായിരുന്ന നിക്കി ഇപ്പൊ നമ്മുടെ ബിയറിനോട് പറയുന്നത് എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കെന്ന്. എന്നാൽ അത് കേൾക്കാതെ ബിയർ നേരെ പുറത്തേക്ക് പോകണം. പുറത്തെ സാറയുടെ കാറുണ്ടായിരുന്നു, അവൻ നേരെ അതിലേക്ക് ചെന്ന് കയറുകയാണ്. വന്നപാട് തന്നെ സാർ ഒരു കാര്യം പറയുന്നുണ്ട്, നിക്കിയുടെ അവസ്ഥ വളരെ മോശമായിട്ട് വരികയാണല്ലേ, എനിക്ക് നന്നായിട്ട് മനസ്സിലായി, എന്തായാലും അവൾക്കൊരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, നീ ഈ പ്രശ്നത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നിന്റെ ബാധ്യതയൊന്നുമല്ല. മാത്രമല്ല ആ പാർട്ടിയിൽ ശരിക്കും നിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ചുംബനം എനിക്കായിരുന്നു കേട്ടേണ്ടത്. അതായത് അവളുടെ ആ ഒരു ഇഷ്ടം അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ സാറ ഇപ്പൊ ബിയറിനോട് പറയണം. മാത്രമല്ല അവളൊരു കാര്യം പറയുന്നുണ്ട്, ഞാനൊരു പുതിയ ടാറ്റൂ ഷോപ്പ് തുടങ്ങാൻ പോവാണ്, അതിന്റെ ലൈസൻസ് ഒക്കെ ഓക്കെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ആ ഒരു ബിസിനസ് ചെയ്യാം, നമുക്ക് നന്നായിട്ട് ജീവിക്കാന്ന് പറയണം. അതുപോലെ തന്നെ നിക്കിയുടെ ആ ഒരു പ്രണയം അത് വേറെ എന്തോ ആണ്, നീ അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എവിടുന്നാണെന്ന് അറിയില്ല നിക്കി പാഞ്ഞു വരികയാണ്. എന്നിട്ട് ഈ സാറ ഇരിക്കുന്ന ഭാഗത്തെ ആ കാറിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് ഈ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ അതിന്റെ മുകളിൽ ഒരു കല്ല് വെച്ച് സാറയുടെ തല പിടിച്ച് അതിലേക്ക് ഒരു 10-15 പ്രാവശ്യം ടേ 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 എന്നിട്ട് അടിക്കുകയാണ്. സാറയുടെ മുഖം ചതഞ്ഞ് ചളുങ്ങി കണ്ണ് വരെ പുറത്തേക്ക് ചാടുന്നുണ്ട്. ഇത് കണ്ട് രക്തമെല്ലാം മുഖത്തേക്കായ ബിയർ എന്താ പറയാ, ഷോക്കടിച്ച ഒരു മനുഷ്യനങ്ങനെ തരിച്ചിരിക്കല്ലേ, അതുപോലെ കാറിന്റെ സീറ്റിൽ പേടിച്ച് അനങ്ങാൻ പോലും കഴിയാതെ അവനങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ സാറ വളരെ ബ്രൂട്ടലായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം രക്തമായ ആ ഒരു മുഖവുമായിട്ട് നിക്കി നേരെ ബിയറിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ബിയറെ നിന്നെ ഞാനൊന്നും ചെയ്യില്ല കേട്ടോ, പക്ഷെ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാടാ. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവളുടെ ബോഡി ആരും കാണാതെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി
വെക്കാന്ന് പറയണം. മറ്റൊരു നിർവാഹവും ഇല്ലാതെ ഇപ്പൊ ബിയർ നിക്കിയെ ഹെൽപ്പ് ചെയ്യാണ്. രണ്ടുപേരും കൂടെ സാറയുടെ ബോഡി നേരെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പൊ തന്നെ ബിയർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എങ്ങോട്ടേക്ക്? വൺ വിഷ് വില്ലോ, ആ സാധനം മേടിച്ച ആ കടയിലേക്ക്. നടന്ന കാര്യങ്ങളെല്ലാം ആ ഒരു കടക്കാരനോട് പറയുന്നുണ്ട്. ഇതൊന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ആ ഒരു കടക്കാരൻ പറയണം, ഒരു കാര്യം ചെയ്യും, ഈ വൺ വിഷ് വില്ലോ നീ ഒരെണ്ണം കൂടെ മേടിക്കുക, എന്നിട്ട് നിന്റെ ഏതെങ്കിലും ഫ്രണ്ടിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ സാധനം കൊടുത്ത് നിന്റെ ഈ ഒരു ആഗ്രഹം ക്യാൻസൽ ആവണം എന്ന രീതിയിൽ അവനോടൊരു വിഷ് ചോദിക്കാൻ പറഞ്ഞു നോക്ക്. എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് ബിയർ ഇപ്പോൾ ഒരു വൺ വിഷ് വില്ലോ മേടിച്ച് നേരെ കാറിലേക്ക് വന്ന് കയറുകയാണ്. മാത്രമല്ല ഒന്നുകൂടെ അവനിക്ക് തന്നെ ഒന്ന് ചെയ്തു നോക്കിയാലോ എന്ന് കരുതിയിട്ട് അവൻ എന്താക്കി, ആ വില്ലോ പുറത്തേക്ക് എടുത്തിട്ട് എന്റെ ആഗ്രഹം പൂർണ്ണമായിട്ടും പഴയതുപോലെ ആവട്ടെ, അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വടി പൊട്ടിക്കാൻ നോക്കുമ്പോൾ പൊട്ടുന്നില്ല. കാരണം ഇതൊരാൾക്ക് ഒരു തവണ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. എന്തായാലും അവൻ നേരെ അവന്റെ കൂട്ടുകാരൻ അലൻ ഉണ്ടല്ലോ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. എന്നാൽ അലന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ്. എന്തായാലും നീ അങ്ങനെ ഒന്ന് പറയ്, ഞാൻ പറയുന്നത് പോലെ പറയുന്നു പറഞ്ഞിട്ട് ബിയർ അവന്റെ കയ്യിൽ ആ ഒരു വില്ല കൊടുത്തിട്ട് എന്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആയി പോട്ടെ എന്ന രീതിയിൽ ഒരു ആഗ്രഹം അവനോട് ചോദിക്കാൻ പറഞ്ഞ് അത് പൊട്ടിക്കാൻ പറയാണ്. എന്നാൽ ഇതൊരു തമാശയാണെന്ന് കരുതിയ അലൻ എന്താക്കി, ആ സാധനം പൊട്ടിക്കുന്നതിന് മുന്നേ എനിക്കൊരു $1 മില്യൺ കിട്ടട്ടെ എന്നാണ് ആഗ്രഹിച്ചത്. എന്നിട്ട് അത് പൊട്ടിച്ചു. അപ്പൊ തന്നെ മുകളിൽ നിന്ന് ചടപടാന്ന് പറഞ്ഞിട്ട് $1 മില്യൺ വരികയാണ്. അതായത് ഇനി അലനെ കൊണ്ട് ഈ സാധനം ഉപയോഗിക്കാൻ കഴിയില്ല. എന്തു ചെയ്യും? യാതൊരു പിടുത്തവുമില്ല. അവൻ അങ്ങനെ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. അവിടെ എത്തി നോക്കുമ്പോൾ മരിച്ചുപോയ സാറയുണ്ടല്ലോ അവളുടെ ആ ഒരു ഡെഡ് ബോഡി അതിനെ കാണിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കോലം, അതെന്തായാലും എനിക്ക് കാണിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരാം. അവളെ ഒരു ചെയറിലിരുത്തി അവളുടെ വസ്ത്രം മുഴുവൻ ഊരിക്കളഞ്ഞ് അവളുടെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് പാർട്ടുകളുണ്ടല്ലോ ഇതെല്ലാം മുറിച്ചു വെച്ചിരിക്കുകയാണ് നിക്കി. അത്രത്തോളം സാറയോട് അവൾക്ക് വെറുപ്പായിട്ടുണ്ട്. കാരണം നിക്കി സ്നേഹിക്കുന്ന ബിയറിനെയാണ് അവൾ തട്ടിയെടുക്കാൻ നോക്കിയത്, സ്നേഹിക്കാൻ നോക്കിയത്. അതുകൊണ്ടാണ് ഇത്ര ബ്രൂട്ടലായിട്ട് നിക്കി അവളെ കൊന്നുകളഞ്ഞതും. ഇതേ സമയം ഇരുട്ടത്ത് ഒരു സിഗരറ്റും വലിച്ച് കയ്യിലൊരു പിസ്റ്റലുമായിട്ട് അവൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പതിയെ ബിയറിന്റെ അടുത്തേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ ബിയറിന് ആ സമയത്ത് മരണഭയം വരികയാണ്. ഇപ്പൊ അവനെ നോക്കിയിട്ട് നിക്കി ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് ഇഷ്ടമില്ല അല്ലേ? ഇതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം എടുത്ത് അവൾ അവളുടെ തലക്കിട്ട് തന്നെ അടിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ബിയർ പറയണ, നിക്കി ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയണം. ഇപ്പൊ അവന്റെ അടുത്തേക്ക് നിക്കി വരുന്നുണ്ട്. അവന്റെ മുഖത്തേക്ക് തന്നെ ഛർദ്ദിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം, നിനക്ക് എന്നെ ഇഷ്ടമാണല്ലേ, എന്നാ ഞാൻ നിന്റെ അരികിലൊന്ന് വന്നിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പതിയെ അവളുടെ അരികിലേക്ക് പോകണം. ഇപ്പൊ ബിയർ പറയണം, ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒന്ന് ബാത്റൂമിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ബാത്റൂമിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് നിക്കിയുടെ കയ്യിൽ ആ ഒരു ഗണ്ണും എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് നിക്കി വന്നിട്ട് ആ ഒരു ബാത്റൂമിന്റെ കഥകിൽ പല തവണ അടിക്കുകയാണ്. തുറക്കെ എന്ന് പറഞ്ഞിട്ട് ടപ്പേന്നിട്ട് അടിച്ചുകൊടുക്കുകയാണ്. എന്നാൽ ബിയർ ഇപ്പൊ ബാത്റൂമിൽ കയറിയില്ലേ എന്തിനാണെന്നല്ലേ? സ്വയം വെടിവെച്ച് മരിക്കാൻ തന്നെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു വരം ക്യാൻസൽ ആവുള്ളൂ. നിക്കി അവൾ പഴയ അവസ്ഥയിലേക്ക് വരുവുള്ളൂ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ബിയർ അവന്റെ വായിലേക്ക് ആ ഒരു ഗണ്ണ് വെക്കുന്നുണ്ട്. എന്നാൽ അത് പൊട്ടിക്കാനുള്ള ധൈര്യം അവന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ ഉറക്കമരുന്നുണ്ടായിരുന്നു, അത് കഴിച്ചാണ് അന്ന് ആ ഒരു പൂച്ച മരിച്ചത്. അവനെന്താക്കി പെട്ടെന്ന് തന്നെ കുറെ അധികം ഗുളിക വാരി തിന്നുകയാണ്. ഇനി എന്തായാലും അവൻ മരിച്ചോളുമല്ലോ. പതിയെ അവൻ അവിടെ ഇരുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്തിന് പുറത്ത് വെച്ച് നിക്കി ഇങ്ങനെ പറയാണ്, ബിയറെ നീ ഒന്ന് പുറത്തേക്ക് വാടാ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലടാ, നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാടാ, വാടാ. അങ്ങനെ അവളിങ്ങനെ സംസാരിച്ചപ്പോൾ അവളുടെ ആ ഒരു പ്രണയത്തോടു കൂടിയുള്ള ആ ഒരു സംസാരവും എല്ലാം കേട്ടപ്പോൾ ജീവിക്കാൻ ബിയറിന് വീണ്ടും ആഗ്രഹം തോന്നുകയാണ്. അവൻ എന്താക്കി വായിൽ കൈയിട്ട് പറ്റാവുന്ന അത്രയൊക്കെ ഛർദ്ദിച്ചു കളഞ്ഞു. എന്നിട്ട് ബാത്റൂമിന്റെ വാതിലും തുറന്ന് അവൻ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ടൊരു വല്ലാത്ത രീതിയിൽ അവനും ചിരിക്കുകയാണ്. നിന്റെ ഭ്രാന്തിന്റെ കൂടെ ഞാനും കൂടാം എന്ന രീതിയിലായിരുന്നു ആ ചിരി. ഇപ്പൊ നിക്കിയും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അവൾ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ബിയർ അവിടെ കുഴഞ്ഞു വീഴുകയാണ്. അവന്റെ വായിൽ നിന്നും നുരയും പതയും പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ട് ഞെട്ടിയ നിക്കി കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. അവൾക്ക് മനസ്സിലായി ഈ ബിയർ മരിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ അവനില്ലാത്ത ലോകത്തിൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഗണ്ണെടുത്ത് അവൾ മരിക്കാൻ നോക്കുന്ന ആ സമയത്താണ് പൂർണ്ണമായിട്ടും ബിയർ മരിക്കുന്നത്. ബിയർ മരിച്ചതോട് കൂടിയിട്ട് അവന്റെ ആ ഒരു വരം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ്. ആ സെക്കൻഡിൽ നിക്കിക്ക് അവളുടെ ആ ഒരു ബോധം തിരിച്ചു കിട്ടുന്നുണ്ട്. അവൾ ആരോ കൺട്രോൾ ചെയ്യായിരുന്നല്ലോ, ആ കൺട്രോൾ പോവുകയാണ്. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് അവൾ ദൂരേക്ക് വലിച്ചെറിയുന്നുണ്ട്. നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ ഇപ്പൊ ബിയർ മരിച്ചു കിടക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് പോലും നിക്കിക്ക് മനസ്സിലാവുന്നില്ല. അവളിപ്പോ വാവിട്ട് കരയാണ്. തൊട്ടപ്പുറത്ത് സാറയുടെ മൃതദേഹമുണ്ട്. അതും ബ്രൂട്ടലായ രീതിയിൽ ആ മൃതദേഹത്തിന് കീറിപ്പറിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ദയനീയമായ നിക്കിയുടെ ആ ഒരു കരച്ചിൽ കാണിച്ചുകൊണ്ട് പതിയെ ഈ സിനിമ ഇവിടെ തീരുകയാണ്. 6 കോടി മുടക്കി 1000 കോടി നേടിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ. ഇതിന്റെ ആ ഒരു കൺസെപ്റ്റ് തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ്. ഒബ്സഷൻ. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് എത്രത്തോളം ഒബ്സഷൻ വരാം, അതിന് ലിമിറ്റ് ഉണ്ടോ? ആ ലിമിറ്റ് എത്രത്തോളാണ്? ഇനി ആ ലിമിറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും? സത്യത്തിൽ ഇതുപോലെയൊന്നും ആർക്കും ആരെയും പ്രണയിക്കാൻ പറ്റില്ലായിരിക്കുമല്ലേ? അങ്ങനെ പറ്റാതിരിക്കട്ടെ. കാരണം പിന്നീട് അവിടെ ഉണ്ടാവുക പ്രണയം എന്നായിരിക്കില്ല, ഇതുപോലെ വലിയ വലിയ ട്രാജഡീസ് ആയിരിക്കും. ഓക്കെ, എന്തായാലും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും. സോ അത് വിശദമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.